എത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ഇവിടെ അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പാർട്ടി നമ്മൾ കുഴിവെട്ടിമുട്ടി. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാത്ത ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല എം ടി. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണോ എന്നൊക്കെ സംശയിക്കുന്നൊരു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പരാമർശിക്കാതെ ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത്? എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ എം ടിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി കരണക്കുറ്റിക്കേറ്റ പ്രകാരം കരണക്കുറ്റി കൊടുത്ത അടിപൊളിയാണ്. അധികാരവും മനുഷ്യനുമായുള്ള ബന്ധമാണ് എന്നും എഴുത്തുകാരന്റെ വ്യഥകളിലൊന്ന്. ആദികവിയായാലും ആധുനികനായാലും EMS നമ്പൂതിരിപ്പാടിനെ എം ടി ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ആഹ്ലാദിക്കേണ്ടതാണ്. എന്നാൽ വേദിയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അതിന് വകയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? EMS എപ്പോഴും ആർക്കും സമീപിക്കാവുന്ന അത്ര അടുത്തായിരുന്നു എന്ന് മറ്റാരേക്കാളും അറിയുന്ന ആളാണ് എം ടി. ഉടുപ്പിലും നടപ്പിലും മാത്രമല്ല, എഴുതുന്ന പേനയിലും എഴുത്തിൽ തന്നെയും EMS മലയാളിയെ നവീകരിച്ചുവെന്ന ഓർമ്മപ്പെടുത്തലാണ് എം ടിയുടേത്. ജൈവികമായി വളർന്നു വന്ന നേതാവിന് ജനബന്ധം നഷ്ടപ്പെടില്ല എന്ന വിളിച്ചുചൊല്ലലാണത്. നഷ്ടപ്പെടരുത് എന്ന മുന്നറിയിപ്പും. ഒരു ചെറുഭാഷണം, തൂലികയുടെ ചെറുചലനം. പ്രത്യയശാസ്ത്രത്തിൽ EMSനെ പോലെ എഴുത്തിൽ എം ടിയും സിംഹാസനങ്ങൾക്ക് മുന്നിൽ ഓച്ഛാനിക്കാറില്ല. നവതി പിന്നിട്ട എം ടിയെ ഒരു പദവിയും പ്രലോഭിപ്പിക്കുന്നുമില്ല. മലയാളത്തിന്റെ മനസ്സു കണ്ടവനാണ് വാസുദേവൻ. നഷ്ടഭീതികൾ മനുഷ്യനെ മൗനികളാക്കുമ്പോൾ, എല്ലാവരും തെളിഞ്ഞു കേട്ട വാക്കുകൾ പരിഭാഷപ്പെടുത്തി പൊട്ടൻ കളിക്കുമ്പോൾ 90 പിന്നിട്ട നാക്കും വാക്കും അധികാര കോട്ടകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. എം ടിയിൽ തെളിഞ്ഞു കത്തുന്നത് നമ്മളുടെ ഏറ്റവും തീക്ഷ്ണമായ യൗവനമാണ്. അധികാരികൾ വിമർശനാതീതരോ? എം ടിയുടെ വാക്മുന ആർക്കുനേരെ? ആവർത്തിച്ചത് അരങ്ങറിയാതെയോ? ആത്മവിമർശനത്തിന് അവസരമില്ലേ? ഈ ചോദ്യങ്ങളാണ് ഇന്ന് ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളും വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഹമീദ് ചെന്നമംഗലൂർ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, VR അനൂപ്, കോൺഗ്രസ് സഹയാത്രികൻ. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് A. ജയശങ്കർ, 2003 എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു ലേഖനം, അത് അങ്ങനെ തന്നെ വായിക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മന്ത്രി MB രാജേഷൊക്കെ പറയുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, ഈ സാഹചര്യവുമായി താരതമ്യം വേണ്ടതില്ല എന്നാണ്. നമുക്കറിയുന്ന എം ടി വാസുദേവൻ നായർ വാക്കിന് മുട്ടില്ലാത്തയാളാണ്. 2003 ഏതാണ്ട് 20 വർഷക്കാലം മുമ്പ് എഴുതി വെച്ചതിൻ്റെ ആവർത്തനം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ സാഹചര്യത്തിന്റെ ആവർത്തനം എന്നുകൂടി മനസ്സിലാക്കാൻ എം ടി വാസുദേവൻ നായർക്ക് കഴിയാതെ പോകുന്നതാണോ? അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ? അല്ല, അന്ന് അദ്ദേഹം മുന്നിൽ കണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 2003 അദ്ദേഹം ഇത് എഴുതുമ്പോൾ കേരളത്തിലോ രാജ്യത്തിനകത്തോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് വിചാരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയി നയിക്കുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. 24 കക്ഷികൾ ഉൾപ്പെട്ട കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. നമ്മുടെ PC തോമസ് വരെ ആ മന്ത്രിസഭയിലുണ്ട്. കേരളത്തിലാണെങ്കിൽ പരമ സാത്വികനായ, പരമശുദ്ധനായ, കുറച്ചധികം ശുദ്ധനായ ശ്രീ AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണിയെക്കുറിച്ച് വേറെ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും അദ്ദേഹം അധികാരപ്രമത്തനാണെന്നോ അല്ലെങ്കിൽ അമിതാധികാര പ്രവണതയുള്ള ആളാണെന്നോ പറയുകയില്ല. കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകാർ പോലും പറയുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ലേഖനം എഴുതി. അദ്ദേഹം അത് ഇതുപോലൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന വല്ല ജയലളിതയുടെയോ മറ്റോ ഭരണത്തെ
അദ്ദേഹം ഒരുപക്ഷെ ഓർമ്മിച്ചിരിക്കണം. ജയലളിതയുടെ ഭരണകാലത്ത് അമിതാധികാര പ്രവണതയുണ്ട്. 96 മുതൽ 2001 വരെയുള്ള അണ്ണ-DMKയുടെ ഭരണകാലത്ത് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് തീരുമാനിച്ചത്. അവരുടേതായ ഒരു രീതിയിൽ ഒരു ജനാധിപത്യത്തിൽ രാജവാഴ്ച എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2003 എഴുതിയ ലേഖനം 2024 ജനുവരി മാസത്തിൽ പൊടി തട്ടിയെടുത്തു കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെങ്കിൽ അന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ട രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അതിൻ്റെ കാരണം. ഞാൻ വേറൊരു ഉദാഹരണം, കുറച്ചുകൂടി വ്യക്തമായ വേറൊരു ഉദാഹരണം പറയാം. 1959-60 കാലത്ത് ശ്രീ CJ തോമസ് എഴുതിയ ഒരു നാടകമുണ്ട്. അത് നിരൂപകന്മാരുമൊക്കെ തള്ളിക്കളഞ്ഞതാണ്. അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എഴുതിയ നാടകമാണ്. നാടകത്തിൻ്റെ ഒരു വിഷവൃക്ഷം എന്നാണ്. അന്ന് എഴുതിയ കാലത്ത് ഇത് അതിശോക്തിപരമാണ്, വളരെ അതിശോക്തിപരമാണ്. പക്ഷേ ഇന്ന് ആ നാടകം എടുത്ത് വായിച്ചാൽ വളരെ കറൻറ്റായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ CJ തോമസിനെ പഠിക്കുന്ന ആളുകൾ, ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നാടകം തേടി പിടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. 1959-60 കാലത്ത് CJ തോമസ് ഭാവനയിൽ കണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം ഇന്ന് പരമസത്യമായി ഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആ നാടകം വായിക്കുമ്പോൾ CJ തോമസ് എത്ര വലിയ ക്രാന്തദർശിയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് 2024 നമ്മൾ വിഷവൃക്ഷം വായിക്കേണ്ടത്? കാലം മാറിയപ്പോൾ അന്ന് CJ മനസ്സിൽ കണ്ട പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവ്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് വായിച്ചു കളയാം എന്ന് അപ്പോൾ അന്ന് MT അതിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാണ് പറഞ്ഞുകേട്ട അറിവ് എനിക്ക്. അപ്പോൾ ഒരുപക്ഷെ അതും ഒരു അധികാര പ്രയോഗമാണ്. അദ്ദേഹം എല്ലാ കാലങ്ങളിലും എല്ലാ ദിവസവും എല്ലാ വൈകുന്നേരങ്ങളിലും രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരാളല്ല. 20 വർഷക്കാലത്തിന് ശേഷം അദ്ദേഹം ആ അമിതാധികാര പ്രവണതയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ വ്രണപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്ന് വിചാരിച്ചെടുക്കാം. MT അങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളെ അല്ല. അദ്ദേഹം പൊതുവെ ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ്. അദ്ദേഹം അങ്ങനെ അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആൾ പോലുമല്ല. ചിരിക്കാൻ പോലും വളരെ പിശുക്കുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതിലൊന്ന് ഈ മുത്തങ്ങ വെടിവെപ്പാണ്. മുത്തങ്ങ വെടിവെപ്പ് അദ്ദേഹത്തെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. അതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം ഒരു നിലപാടെടുത്തു. അതിനു മുമ്പും അതിന് ശേഷം എന്തൊക്കെ കുളലൊക്കെ സൃഷ്ടിച്ച സംഭവങ്ങൾ ആന്റണിയുടെ ഭരണകാലത്ത് തന്നെ ഉണ്ടായിട്ട് പിന്നീടും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം മൗനം പാലിക്കുകയത്. പിന്നെ അദ്ദേഹം കുപിതനായി നമ്മൾ കാണപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ നോട്ട് പിൻവലിച്ചപ്പോഴാണ്. ഈ നോട്ട് പിൻവലിച്ചതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമല്ല, സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിച്ചു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അമിത് മാസ്റ്റർ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 1969 കാലത്ത് ഈ നക്സലൈറ്റ് ആക്രമണം ഉണ്ടാക്കി അജിത അടക്കമുള്ള ആളുകളൊക്കെ പോലീസിൻ്റെ വലിയ പീഡനങ്ങൾക്കിരയായപ്പോഴും ഇദ്ദേഹം ഏതാണ്ട് ഈ രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സംഭവം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ച ഒന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വളരെ ചെറുപ്പമാണ്. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളില്ല, ടെലിവിഷൻ ചാനലുകളില്ല. അല്ല, അജിതയുടെ പ്രായമല്ല പറഞ്ഞു, MTയുടെ കാര്യം. അപ്പോൾ MT 1967-69 അതെ, അന്നും അദ്ദേഹം പ്രതികരിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്യപൂർവമായിട്ട് മാത്രം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറ്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഈ സവിശേഷ സാഹചര്യത്തിൽ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് തുല്യ നിലയിൽ ബാധകമാണ്, മമതാ ബാനർജിക്ക് ബാധകമാണ്, ജയലളിതയ്ക്ക് ബാധകമായിരുന്നു, മായാവതിക്ക് അവർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവർക്കും ബാധകമായിരുന്നു. ഇനി നമുക്ക് അല്പം വലിച്ചു നീട്ടുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനും ഒരു ചെറിയ പരിധി വരെ നവീൻ പട്നായിക്കിനും ബാധകമാണെന്ന് പറയാം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏകകക്ഷി ഭരണം പിന്നെ ഏക വ്യക്തി ഭരണമായിട്ട് മാറും. ആ ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഈ ജനാധിപത്യ പ്രക്രിയ തന്നെ തകിടം മറിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൊണ്ടുള്ള അധികാരപ്രമത്തത, ധൂർത്ത്, ആർഭാടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് MTയുടേതായ ഭാഷയിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരേ ഒരു സവിശേഷത, അദ്ദേഹത്തിന് ഇത് ലേഖനം എടുത്ത് വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ വിളിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കാം, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. പക്ഷേ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്ത സവിശേഷ മുഹൂർത്തം ഈ KLF എന്ന് പറയുന്ന സാഹിത്യ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഇത് അവിടെ വായിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ 2003 എഴുതിയ ലേഖനം എന്തിനാ ഇപ്പോൾ എടുത്തുകൊണ്ട് വായിച്ചേ?
അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വായിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഭാഗവതമോ രാമായണമോ വായിക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ വയലാറിൻ്റെയോ ഭാസ്കരൻ മാഷിൻ്റെ സിനിമാ പാട്ടുകൾ വായിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇത് വായിച്ചത്? അതിനൊരു പ്രസക്തിയില്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ ഈ ഗ്രന്ഥം എടുത്ത് വായിക്കുമല്ലോ. അപ്പോൾ അതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹിത്യത്തിൽ അദ്ദേഹം പണ്ട് എഴുതിയ ലേഖനത്തിന് മുമ്പ് എന്നും എന്നത്തേക്കാളും ഉയർന്ന ആ ഒരു പ്രാധാന്യമുണ്ടെന്ന് MT വാസുദേവൻ നായർക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ അവതരിപ്പിച്ചു. അത് ആരെ ഉദ്ദേശിച്ചാണ് അവതരിപ്പിച്ചതെന്നും എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണമെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കണം എന്നുള്ളവർക്ക് ഇരുട്ടാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരവരുടെ ബുദ്ധി നിലവാരത്തിലേക്ക് ബാക്കിയുള്ളവർ കൂടി എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ശരി, ഓക്കെ, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ ഹമീദ് ചന്ദമംഗലൂർ, MT പറയുന്നത് അമിതാധികാരത്തെക്കുറിച്ചാണ്, സർവാധിപത്യത്തെക്കുറിച്ചാണ്. അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആർക്കും, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അധികാരം കൈയാളുന്ന ആർക്കും, അമിതാധികാര പ്രവണതയുള്ള ആർക്കും ആത്മവിമർശനത്തിന്, അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ആത്മവിമർശനത്തിന് ഇടയാക്കുമെങ്കിൽ അതിൽ പ്രതീക്ഷ വെക്കുന്നു എന്ന് പറഞ്ഞാണ്. എന്തിനാണ് അത് എന്നെ ഉദ്ദേശിച്ചല്ല അല്ലെങ്കിൽ ഞങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞ് നമ്മളുടെ നേരെ വിപരീത ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് തട്ടിക്കളയുന്നത്? MTയുടെ ആ പ്രസംഗം വായിച്ചാൽ, കാരണം അത് പത്രത്തിലൊക്കെ വന്നു, അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, അദ്ദേഹം അതിൽ പരാമർശിക്കുന്ന 2-3 സംഭവങ്ങളുണ്ട്. അതിലാദ്യത്തേത് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെ അനുഭവങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ വിപ്ലവം നടന്നതിന് ശേഷം, വിപ്ലവത്തിന് മുമ്പ് സാറിസ്റ്റ് ഭരണം പോയി അവിടെ വിപ്ലവാനന്തര റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുമ്പോഴുള്ള അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അതാണ് വരുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേറിയതിന് ശേഷം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സാറിസ്റ്റ് ഭരണത്തിൻ്റെ വീഴ്ചകളെ പറ്റിയാണ്. സാറിസ്റ്റ് ഭരണത്തിൻ്റെ വീഴ്ചകളാണ് തങ്ങൾ ഇപ്പോൾ നേരിടുന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം അവിടെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരും അടിസ്ഥാനരഹിതമായി സ്വയം പ്രശംസിക്കുകയും അതുപോലെ തങ്ങളുടെ നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ആ കാലത്ത് തന്നെ വില്യം ബ്രഹീനെ പോലുള്ള തത്വചിന്തകന്മാർ സോവിയറ്റ് യൂണിയൻ നേരിടാൻ പോകുന്ന ശൈഥില്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായിട്ടും MT തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വില്യം ബ്രീഹ് മാത്രമല്ല, മാക്സിം ഗോർക്കിയെ പോലുള്ള റഷ്യയിലെ എഴുത്തുകാരും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് വാസുദേവൻ നായർ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു കാട്ടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, മാർക്സ് പറഞ്ഞിട്ടുണ്ട്, വിപ്ലവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമല്ല എന്ന്. ആദ്യം സോവിയറ്റ് യൂണിയൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, പിന്നീട് മാർക്സ് പറയുന്നു വിപ്ലവം എന്ന് പറയുന്നത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസംഗത്തിൻ്റെ ഏതാണ്ട് മധ്യത്തോടടുക്കുമ്പോഴാണ് അദ്ദേഹം EMSലേക്ക് കടന്നു വരുന്നത്. EMSലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം 1957 ഇവിടെ ഐക്യ കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ബാലറ്റ് പെട്ടിയിലൂടെ വരുന്നു. EMS മുഖ്യമന്ത്രിയായിരുന്നു. EMSനെ വ്യതിരിക്തനാക്കുന്നത് എന്താണ് എന്ന് വിവരിക്കുകയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു EMS. ആ വ്യത്യസ്തത എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുവാനുള്ള ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നാണ് എന്ന്. ആ തത്വം പ്രായോഗികമാക്കാൻ നോക്കിയ ഒരു നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ് EMS എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് EMS സമാരാധ്യനായിത്തീരുന്നത്. ഇവിടെ 57 കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ അത് ഒരു പ്രത്യേക പ്രക്രിയയുടെ ആരംഭം മാത്രമാണെന്നും തുടക്കം മാത്രമാണെന്നും
അതിനെ മുന്നോട്ട് ഉണ്ടെന്നും അതൊരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും അതിന് വേണ്ടത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളെ, ജനക്കൂട്ടത്തെ, തങ്ങൾക്ക് വേണ്ടി ജാഥ നയിച്ച ആളുകളെ, അവരെയൊക്കെ ഈ ജനക്കൂട്ടത്തെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റി തീർക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ നേതാവായിരുന്നു EMS. അതാണ് EMSനെ സമാരാധ്യനാക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം EMSനെ കുറിച്ച് തന്നെയാണ് പിന്നെയും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, EMS മറ്റു പല നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് താൻ നേരത്തെ എടുത്ത അല്ലെങ്കിൽ തൻ്റെ പാർട്ടി നേരത്തെ എടുത്ത ചില സമീപനങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് അവിടെ MT ചൂണ്ടിക്കാണിക്കുന്നത് കലാസാഹിത്യാദികളോട് EMSും EMSൻ്റെ പാർട്ടിയും അല്ലെങ്കിൽ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിരുന്ന നിലപാട് തെറ്റായിരുന്നു എന്ന് EMSന് തോന്നി. EMS അത് മനസ്സിലാക്കി, അത് തുറന്നു പറഞ്ഞു, അത് തിരുത്താൻ തയ്യാറായി. അത് EMSനെ വ്യതിരിക്തനാക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്, ഇന്ന് നമ്മൾ കാണുന്നത് EMSനെ പോലുള്ള നേതാക്കന്മാരെയല്ല, EMS ചരിത്രപരമായ ആവശ്യകതയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ MTയുടെ തന്നെ വാക്കുകളാണത്. ചരിത്രപരമായ ആവശ്യകതയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു EMS. അങ്ങനെയുള്ളൊരു ഭരണകർത്താവായിരുന്നു EMS. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു EMS. എന്നാൽ ഇപ്പോൾ ചില നേതാക്കന്മാരാകുന്നത് ചില നിമിത്തങ്ങൾ കാരണമാണ്. നിമിത്തങ്ങൾ കാരണമായിട്ടല്ല, ചരിത്രപരമായ ആവശ്യകതയുടെ ഭാഗമായിട്ട് വേണം നേതാക്കന്മാർ ഉയർന്നു വരിക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള നേതാക്കന്മാർ, ഭരണം നടത്തുന്നയാൾ, പേരൊന്നും അദ്ദേഹം പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം EMSനെ പോലുള്ള ഒരു ഭരണാധികാരി ഇപ്പോൾ കേരളത്തിലില്ല എന്നാണ്. ഇത് നരേന്ദ്രമോദിക്കും ബാധകമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നരേന്ദ്രമോദിക്ക് ബാധകമാകണമെങ്കിൽ, ഞാൻ പറയുക എൻ്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദിക്ക് ബാധകമാകണമെങ്കിൽ EMS സോവിയറ്റ് യൂണിയനെക്കുറിച്ചല്ല ആദ്യം പറയേണ്ടത്. EMS മാർസ് വിപ്ലവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നല്ല പറയേണ്ടത്. അതുപോലെ EMS MT വാസുദേവൻ EMS ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹം സമൂഹത്തെ ഉത്തരവാദിത്വ ബോധമുള്ള ഒന്നാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനെക്കുറിച്ചല്ല പറയേണ്ടത്. മറിച്ച് എന്താ പറയേണ്ടത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷവും അത് പിന്നീട് പ്രധാനമന്ത്രിയായ ശേഷവും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹത്തെ വിമർശിക്കാനാണ് MT ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ MTക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു 2002 ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് 2004 വരെ, 1999 തൊട്ട് 2004 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന BJP നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം പറയാമായിരുന്നു. വാജ്പേയി എന്താ പറഞ്ഞത്? 2002 നടന്ന ഈ വംശഹത്യയെക്കുറിച്ച് വാജ്പേയി പറഞ്ഞത്, ഞാൻ ഇനി എങ്ങനെ ലോകത്തിൻ്റെ മുഖത്ത് നോക്കും എന്ന് വിലപിക്കുകയായിരുന്നു അദ്ദേഹം. അതൊക്കെ എടുത്ത് കാട്ടിയിട്ടാണ് MT വാസുദേവൻ നായർ KLFൻ്റെ സാഹിത്യോത്സവത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചതെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെക്കുറിച്ചായിരുന്നു എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് തന്നെ പറയാമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് റഷ്യയെക്കുറിച്ച് പറയുന്നു, മാർസിനെക്കുറിച്ച് പറയുന്നു, പിന്നീട് EMSനെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന് അടുത്തിരിക്കുന്നത് EMSൻ്റെ ശിഷ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നതിൽ വലിയ കഴമ്പില്ല എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശരി, ഓക്കെ. അങ്ങ് ദീർഘമായാണ് സംസാരിച്ചതെങ്കിലും അത് വളരെ വ്യക്തമായി അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പരിണതി കൃത്യമായി വിശദീകരിച്ച് തന്നെയാണ് പോവുകയും ചെയ്തത്. ഇനി ശ്രീ VR അനൂപ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് MT വാസുദേവൻ നായരുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തത്?
ആദ്യമേ തന്നെ പറയട്ടെ, MT വാസുദേവൻ നായർ പറഞ്ഞ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തോടും സമ്പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം അദ്ദേഹം അവതരിപ്പിച്ചൊരു രീതി EMSൻ്റേതൊരു സുവർണ ഭൂതകാലമായിരുന്നു. പിണറായി വിജയൻ അല്ലെങ്കിൽ ഇന്നത്തെ നേതൃത്വം അതിൻ്റെ ഒരു അപഭ്രംശമാണ്, ഡീവിയേഷനാണ് എന്നുള്ള തരത്തിലാണ്. സത്യത്തിൽ EMSനെ സംബന്ധിച്ച് നമുക്കറിയാം, നെഹ്റുവിനെ പോലെ ഒരാൾ ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങൾ വെറുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് EMSനോട് ചോദിച്ചു. നെഹ്റു കോൺഗ്രസ്സുകാരനാണ്, അത് പോകട്ടെ. കെ ദാമോദരൻ പറയുന്നുണ്ടല്ലോ, അന്നത്തെ ചന്ദനത്തോപ്പ് വെടിവെപ്പുണ്ടായപ്പോൾ EMSൻ്റെ ഭരണകാലത്ത് ഒരു തൊഴിലാളി സമരം, 3 പേർ RSP നയിച്ച തൊഴിലാളി സമരത്തിൽ 3 പേർ കൊല്ലപ്പെടുന്നു. അന്ന് പാർട്ടിയിൽ അതിനെതിരെ പറഞ്ഞ കെ ദാമോദരനെ തന്നെ അതിനെ ന്യായീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നു. ഇപ്പം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് കെ ദാമോദരനെ പോലെ മഹാനായ ഒരു എഴുത്തുകാരനും ദാർശനികനും നേതാവുമൊക്കെ ആയ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ, പാറപ്പുറത്ത് പാർട്ടി ഉണ്ടാക്കിയ 4 പേരിൽ ഒരാളായ കെ ദാമോദരനെ വരെ ന്യായീകരണ തൊഴിലാളിയാക്കിയ ഒരു പാരമ്പര്യം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രീതി പ്രത്യയശാസ്ത്രത്തിന് പാർട്ടിക്കുണ്ട്. അപ്പോൾ EMS ആകട്ടെ, പിണറായി വിജയനാകട്ടെ, കേരളത്തിലാകട്ടെ, ബംഗാളിലാകട്ടെ, ഇത് ഈ പറയുന്നൊരു തുടർഭരണം വളരെ കൃത്യമായി സംഭവിച്ചിടത്തൊക്കെ, അധികാരം ആവർത്തിക്കപ്പെട്ടിടത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അത് EMSൻ്റെ കുഴപ്പമോ പിണറായി വിജയൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ EMSൻ്റെ കഴിവോ പിണറായി വിജയൻ്റെ കഴിവുകേടോ ആയി ലഘൂകരിക്കേണ്ട ഒന്നല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്, ലോകത്തെല്ലായിടത്തുമുള്ള പ്രശ്നമാണ്, കേരളത്തിലും ബംഗാളിലുമുള്ള പ്രശ്നമാണ്. ഇപ്പോൾ MT നിർവഹിച്ച വിമർശനത്തെ അതൊരു സാംസ്കാരിക ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് MT അത് പറഞ്ഞതോടുകൂടി NS മാധവനെ പോലുള്ള എഴുത്തുകാർ വരുന്നു, ഇന്ന് സാറ ജോസഫ് വരുന്നു, സക്കറിയ വരുന്നു. ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ ബംഗാളിൽ CPMൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മഹശ്വേത ദേവിയെപ്പോലെ ഒരു ബംഗാളി പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഉന്നത ശീർഷയായ ഒരു എഴുത്തുകാരി രംഗത്ത് വരികയാണ്. ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന അവിടുത്തെ ബുദ്ധിജീവി സമൂഹം രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സുനാമി സംഭവിക്കുന്നതിന് മുമ്പ് ജീവജാലങ്ങൾ ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് പറയുന്നത് പോലെ ചില തിരയിളക്കങ്ങൾ ഉണ്ടാവുകയാണ്, ചില ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് MT. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നന്ദകുമാറിന് കെട്ടിവെക്കാൻ പൈസ കൊടുത്ത ആളാണ് MT. ഈ തുടർഭരണം വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് MT. അതേ MT നേരത്തെ ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങളുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന, വളരെ കുറച്ചു മാത്രം പ്രതികരിക്കുന്ന MT വാസുദേവൻ നായർക്ക് വരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അല്ലാതെ MT പറഞ്ഞതുകൊണ്ട് ഇത് ശരിയായ നാളെ MT നിഷേധിച്ചാൽ ഇത് ഇല്ലാതാവും എന്നല്ല. MTക്ക് വരെ നാളെ MT അത് നിഷേധിച്ചാലും ഇല്ലെങ്കിലും, ഇത് ആരെ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ഈ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് കേരളത്തിലെ CPM അതിനെ യഥാർത്ഥത്തിൽ വിലയിരുത്തിയില്ലെങ്കിൽ അത് CPMൻ്റെ തന്നെ ആത്മനാശത്തിൻ്റെ തുടക്കമാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ. വേണമെങ്കിൽ MT പറഞ്ഞത് മോഡിയെയാണ് അല്ലെങ്കിൽ പിണറായി അല്ല. പക്ഷേ MT പറഞ്ഞത് മോഡി ഉൾപ്പെടെയുള്ള, പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബാധകമാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ സാഹചര്യങ്ങൾ വയ്ക്കുമ്പോൾ EMSലേക്കും സോവിയറ്റ് യൂണിയനിലേക്കുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പിണറായിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മറിച്ച് നിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് ലക്ഷ്യം കൂടി വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. ശരി, ഞാൻ അതിലേക്ക് തിരികെ വരാം. ശ്രീ റെജി ലൂക്കോസ്, NE സുധീർ ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് MT എന്നോട് പറഞ്ഞത് എന്ന്. അത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കണക്കിലെടുത്തുകൊണ്ട് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണ്. MT അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം എഴുതുന്നത് അത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലാണ്. ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം CPMന്റെ ചേർന്നെടുത്ത തീരുമാനം എന്ന് പറയുന്നത് കൂടുതൽ ചർച്ച വേണ്ട എന്നാണ്. പ്രതികരിച്ച് വഷളാക്കേണ്ടതില്ല, വിമർശിക്കേണ്ടതില്ല എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ്
ആത്മവിമർശനത്തിന് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇ പിയെ പോലെ ഒരാൾ എന്തുകൊണ്ടാണ് അത് കേന്ദ്രത്തിനെതിരെ എന്ന് അങ്ങനെ അങ്ങ് പരിഭാഷപ്പെടുത്തി കണ്ണുകെട്ടി കളിക്കുന്നത്? മധു, ഇവിടെ 3 പേരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ജയശങ്കർ സാറ് മാത്രം കേന്ദ്ര സർക്കാരിനെ വേണമെങ്കിൽ ആ വിമർശനത്തിൽ ഉൾക്കൊള്ളാമെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എനിക്കുള്ള ചോദ്യം ഇതിലുള്ളൂ, മാതൃഭൂമി എന്തിനാണ് ഇന്നലെ 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ എഴുതിയ സ്നേഹാദരങ്ങളോടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നും ചരിത്രപരമായ ആവശ്യം എന്ന ലേഖനം അദ്ദേഹം വായിച്ചു? 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചത് പിണറായി വിജയനല്ല. നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ തിരുത്തുണ്ട്. അതായത് മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് ഏക്കാനയുടെ കാലത്ത് നടന്ന ആദിവാസിയെ വെടിവെച്ചു വന്ന മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട MD വാസുദേവന്മാരുടെ വിമർശനം നിശ്ചിതമായ വിമർശനമായിരുന്നു. അതുകൂടാതെ മറച്ചു വെച്ച വേറൊരു വിമർശനമുണ്ട്. 2003 ആ ലേഖനം വന്നത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടായല്ലോ, അതിൽ അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ രണ്ടാമതൊരു ചോദ്യമായി ചോദിച്ചത് അങ്ങ് കേട്ടില്ലേ? അല്ല, ഇങ്ങനെ തടസ്സപ്പെടാതെ ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ കട്ടായിട്ടാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട MD വാസുദേവൻ ആദ്യം നിശ്ചിതമായിട്ട് വിമർശിച്ചു. അന്ന് ആരാധ്യനായ കേരളത്തിൻ്റെ അഭിമാനമായ ജ്ഞാനവൃദ്ധനായ MDയെ BJP RSSകാർ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അപമാനിച്ചത് കേരളത്തിനറിയാം, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. 124ഓളം MPമാരെ, പ്രതിപക്ഷ MPമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ പോലും 1 മാസക്കാലം തിയേറ്ററിൽ കളിച്ചപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. നെറ്റ്ഫ്ലിക്സിനത് OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ മാത്രമാണ് ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് അത് പ്രശ്നമുണ്ടായത്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ OTT പ്ലാറ്റ്ഫോമാണ്. അവർക്ക് പക്ഷേ അവർ മാപ്പ് പറഞ്ഞ് ആ സിനിമ പിൻവലിക്കേണ്ട സാഹചര്യം വന്നൊരു ഇന്ത്യയിൽ MPമാരെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഇറക്കി വിട്ട് സസ്പെൻഡ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ബലികഴിപ്പിച്ചൊരു സാഹചര്യത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ എഴുതിയ ഒരു ലേഖനം അതേപടി ജനാധിപത്യത്തിൻ്റെ അപകട വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം അന്ന് എഴുതിയത് സാർ ചക്രവർത്തിമാരുടെ സാറിസ്റ്റ് ഭരണത്തിനെതിരെ അന്നത്തെ ഓസ്ട്രിയൻ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ നിശ്ചിതമായ വിമർശനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജനാധിപത്യ അപകടത്തിലാണെന്നുള്ള വ്യക്തമായ സന്ദേശത്തോടുകൂടി അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാണ് മാധുവിനും മാതൃഭൂമിക്ക് അത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണെന്ന് പറയാനുള്ള തിടുക്കം? എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് പോലും വിലക്കേർപ്പെടുത്താനായിട്ട് യാതൊരു മടിയുമില്ലാത്ത കേന്ദ്ര സർക്കാരിനെതിരെ, ആ സർക്കാരിനെതിരെയാണെന്ന് പറയാൻ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അവിടാണ് ഞാൻ ജയശങ്കർ സാറിനെ കോട്ട് ചെയ്ത് വേണമെങ്കിൽ മോഡിക്കെതിരെ മമതാ ബാനർജിക്കെതിരെ ആണ് എന്ന് വേണേൽ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹമീദ് സാറിനെ പോലെ, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഹമീദ് സാറിനെ പോലെ ഒരാൾ മോഡിക്കെതിരെ അല്ല എന്ന് പറയാനായിട്ട് അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ വായിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിനും യാതൊരു വിലക്കുമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ മാധ്യമ വിലക്കുകളെയും ജനാധിപത്യ വിലക്കുകളെയും നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അത് വായിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുന്നത്? ശരിയാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ശ്രദ്ധിക്കുകയും വേണം. ആ പ്രശ്നം പരിഹരിച്ച ഉടൻ ആരാണോ സംസാരിച്ച് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഞാൻ ശ്രീ റെജി ലൂക്കസിലേക്ക് വരികയും ചെയ്യും എന്ന് വിചാരിക്കുന്നു. 2 കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് തെറ്റിദ്ധാരണാജനകമാണ്. ഒന്ന്, 2003 മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യം, ആ സാഹചര്യം പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് സൂചിപ്പിച്ചു, അത് പ്രേക്ഷകർ കേട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെ ആകാം, എന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വാശി പിടിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയാകാം, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയാകാം, അമിതാധികാര പ്രയോഗമുള്ള ഏതു നേതാവിനും ആത്മവിമർശനത്തിനുള്ള അവസരമായി കണക്കാക്കാമല്ലോ എന്ന്. അങ്ങനെ ആരെയും ചാപ്പകുത്തി മുന്നോട്ട് പോകുന്ന നിലപാടൊന്നുമില്ല. പക്ഷേ ഇത് എന്നെയല്ല, ഇത് ഇദ്ദേഹത്തെയാണ് എന്ന് പറയാനുള്ള ബോധ്യം എവിടെ നിന്നാണ് CPM പോലെ ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ നേതാക്കൾക്കുണ്ടാകുന്നത്? കേന്ദ്ര സർക്കാരിനെയാണ് എന്നുറപ്പിച്ചു പറയാൻ എന്താണോ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ തന്നെ
CPM-ന്റെയോ പാർട്ടിയുടെ വിമർശകർക്ക് അതേ അധികാരം ഉപയോഗിച്ച് അതേ ലാവണം ഉപയോഗിച്ച് ഇതുമാകാമല്ലോ. അപ്പോൾ നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് ആധികാരികതയുണ്ടെന്നും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് ആധികാരികതയില്ല എന്നും പറയാനുള്ള മാനദണ്ഡം എന്ത് എന്നൊരു ചോദ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങയുമായുള്ള ആശയവിനിമയം പുനഃക്രമീകരിക്കുന്ന അതേ സമയത്ത് ഞാൻ അങ്ങയിലേക്ക് തിരികെയും വരാം. അഡ്വക്കേറ്റ് എ ജയശങ്കർ, നേരത്തെ ശ്രീ ഹമീദ് ചേന്ദമംഗലൂർ പറഞ്ഞു വലത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, അതിൻ്റെ ദുഷിപ്പുകളെക്കുറിച്ചാണ് പറഞ്ഞു വെക്കാനുള്ളതെങ്കിൽ MTക്ക് ഉദാഹരണങ്ങൾക്ക് പഞ്ഞമുണ്ടോ? അദ്ദേഹത്തിന് പറയാൻ എത്രയെത്ര ആനുകാലിക രാഷ്ട്രീയത്തിലോ ഭൂതകാലത്തിലോ ഉള്ള രാഷ്ട്രീയ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. പക്ഷെ പറഞ്ഞു വന്നത് മുഴുവൻ ഇടതുചേരിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഉദാഹരണങ്ങളാണ്. വേദിയിലിരിക്കുന്നത് നരേന്ദ്രമോദിയല്ല, വേദിയിലിരുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പറ്റിയാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സമാരാധ്യനായ നേതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഉദാഹരണം മുന്നോട്ട് വെക്കുന്നത് എന്ന് ശ്രീ ഹമീദ് മാഷ് പറഞ്ഞത് അങ്ങും കേട്ടു. എന്തുകൊണ്ടാണ് പിന്നീട് ഒരാത്മവിമർശനത്തിനും ഇടയില്ലാതെ അത് കേന്ദ്ര സർക്കാരിലേക്കാണ്, BJP-യിലേക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നത്? അത് പേടിയാണോ? ഇനി അഥവാ വിമർശിച്ചു പോയി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന എന്ത് ഖ്യാതിയാണുള്ളത്? അല്ല, ഇവിടെ ഹമീദ് മാഷ് പറഞ്ഞ അഭിപ്രായത്തോട് 100%അല്ല 101% ഞാൻ യോജിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആ വേദിയിൽ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി അല്ല, അല്ലെങ്കിൽ BJP-യുടെ വേറെ ഏതെങ്കിലും നേതാവല്ല, മുരളീധരൻ പോലും അല്ല. ആ വേദിയിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഈ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് സാറിസ്റ്റ് റഷ്യയെക്കുറിച്ച് പറയുന്നു, ലെനിനെക്കുറിച്ച് പറയുന്നു, റഷ്യയിലുണ്ടായ അപജയത്തെക്കുറിച്ച് പറയുന്നു, കേരളത്തിലെ ഒരു മാതൃകാ ഭരണാധികാരിയായിട്ട് EMS-നെ ഉയർത്തിക്കാണിക്കുന്നു, വ്യക്തിപൂജയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഹമീദ് മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വിമർശനം MTയുടെ ഭാഗത്തുണ്ടായപ്പോൾ, അത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ വിമർശനം ഉണ്ടായപ്പോൾ, അതത്ര സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പണ്ട് കേരളകൗമുദി പത്രാധിപരായിരുന്ന K. സുകുമാരൻ 1958-ലാണ് ഈ ഗുരുസമാധി ദിനത്തിൽ കുളത്തൂർ വായനശാലയുടെ ഒരു മീറ്റിങ്ങിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം അവിടെ വായിച്ചു. അതാണ് പത്രാധിപർ സുകുമാരൻ്റെ കുളത്തൂർ പ്രസംഗം. ഈ കുളത്തൂർ പ്രസംഗത്തിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മറ്റൊരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇത്രയും നിശിതമായ ഭാഷയിൽ സംസാരിക്കുന്നത്, അത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം എന്നുള്ളതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ യാതൊരു നാക്കുപിഴയും പറ്റരുത് എന്ന ഉദ്ദേശിച്ചുകൊണ്ടല്ല, MT വാസുദേവനാർക്ക് നോക്കാതെ പ്രസംഗിക്കാൻ അറിയാൻ പാടുന്നതുകൊണ്ടല്ല. ആ പറയുമ്പോൾ യാതൊരു തെറ്റും പറയരുത്. അതാണ് പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ വായിക്കുന്നത്. വലിയ പ്രഗത്ഭരായ പ്രസംഗക്കാർ പോലും എഴുതി തയ്യാറാക്കിയ പ്രസംഗം പറയുന്നത് അതിൽ നിന്നും മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് അത്ര തിരിച്ചറിവുകളുണ്ട്, അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പറയുന്നതിൽ കുത്തോ കോമയോ മാറിപ്പോകരുത്, യാതൊരു ദുർവ്യാഖ്യാനത്തിനും ഇടവരരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് MT വാസുദേവനാർക്ക് ഈ 3 പേജിൽ എഴുതിയ കടലാസിൽ എഴുതിയ കാര്യങ്ങൾ പറയാനായിട്ട് ഇത് നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതിൻ്റെ ജാള്യം മറക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ രീതിയിലുള്ളൊരു വ്യാഖ്യാനവുമായിട്ട് മുന്നോട്ട് വന്നത്. ഇവിടെ ഹമീദ് മാഷ് പറഞ്ഞതിന് ഞാൻ വേറെ ചെറിയ ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞതിന് ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനം പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് മാറിയിരുന്നു. ആ സമയത്ത് ഓരോരുത്തരും പഴയ പാർലമെൻറ്റ് മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള NK പ്രേമേന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു ഈ പാർലമെൻറ്റ്, നെഹ്റു പ്രതിപക്ഷത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പുതുമുഖ MP ആയിട്ട് ഈ പാർലമെൻറ്റിൽ വന്നപ്പോൾ, പഴയ പാർലമെൻറ്റിൽ വന്നപ്പോൾ 1996 അദ്ദേഹത്തിന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയിൽ നിന്ന് കിട്ടിയ ഒരു ആനുകൂല്യം, വാജ്പേയി ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തോടുകൂടി വാജ്പേയിയുടെ മന്ത്രിസഭ വീഴുകയാണ്. പക്ഷേ എന്നാലും വാജ്പേയി ഒരു കന്നിക്കാരൻ എന്ന രീതിയിൽ പ്രേമേന്ദ്രനെ അഭിനന്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രേമേന്ദ്രൻ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? നെഹ്റുവിൻ്റെ ഭാഗത്തും തെളിയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാജ്പേയിയുടെ കേമത്വം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ല. അതിൻ്റെ വ്യക്തമായ ഉദ്ദേശം ഇന്നാണെങ്കിൽ അതുപോലൊരു പരിലാളന നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടുകയില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. അത് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി, സ്പീക്കർക്കടക്കം മനസ്സിലായി. പക്ഷേ സ്പീക്കർക്ക് അദ്ദേഹത്തെ തടയാൻ പറ്റുകയില്ല. കാരണം അദ്ദേഹം പറയുന്നത് വളരെ കാര്യം മാത്രം പ്രസക്തമായ രീതിയിലാണ്. ആ പ്രസംഗം കേട്ട് ആർക്കും മനസ്സിലാവും. 7 മിനിറ്റുള്ളൊരു പ്രസംഗമാണ്, അത് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ പ്രേമേന്ദ്രൻ ഉപയോഗിച്ച അതേ രീതി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ ഉപയോഗിച്ചത്. ഇനി MT വാസുദേവൻ നായർ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായതെന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ അങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാത്ത ആളാണ്. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ വലിയ ഒരു സ്വീകാര്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. MT വാസുദേവൻ നായർ പറഞ്ഞില്ലെങ്കിൽ പോലും സത്യവാദമാണല്ലേ, സത്യത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ രീതിയിലാണോ ഇദ്ദേഹം ഭരിക്കുന്നത്?
പോട്ടെ, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇത്രയും ആർഭാടവും ഇത്രയും തൂർത്തും നടത്തിയായിട്ട് നമുക്കറിയാമോ? കരുണാകരൻ ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ ഒരു കുളം കുഴിച്ചു എന്നുള്ളത് ശരിയാണ്. അവിടെ പശുത്തൊഴുത്തുണ്ടാക്കുന്നു, പശുവിനെ കേൾക്കാനായിട്ട് പാട്ട് വയ്ക്കുന്നു, അവിടെ ചാണകക്കുഴി ഉണ്ടാക്കുന്നു, ഇല്ലേ? അങ്ങനെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കരുണാകരൻ പോകുമ്പോൾ മുമ്പിൽ ഒരു പൈലറ്റ്, പുറകിൽ ഒരു എസ്കോർട്ടാണ് ആകെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുഖ്യമന്ത്രി പോകുന്നത്? എത്ര വാഹനങ്ങളുടെ അകമ്പടി കൊണ്ടാണ്? ഉമ്മൻചാണ്ടിക്ക് എസ്കോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എ കെ ആൻ്റണിക്ക് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ. അദ്ദേഹത്തിൻ്റെ പറഞ്ഞില്ല എനിക്കെന്തിനാണോ എസ്കോർട്ട്, ഈ നാട്ടിലെ ജനങ്ങളാണ് എൻ്റെ എസ്കോർട്ടൊക്കെ ഓനല്ലേ എന്ന് ചോദിച്ചു. ഓൻ എന്ന് പറഞ്ഞത് കരുണാകരനാണ്. അപ്പോൾ കരുണാകരനാണ് പൈലറ്റ് എസ്കോർട്ട് വേണ്ടത്. നയനാർക്ക് എസ്കോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നയനാരുടെ സുരക്ഷിതത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പോൾ നയനാരെ പോലെ, EMS പോലെ, അച്യുതമേനെ പോലെ, PK വാസുദേവൻ നായരെ പോലെയുള്ള മുഖ്യമന്ത്രിമാരാണ് ഇടതുപക്ഷത്തുണ്ടായിട്ടുള്ളത്. അതിലൊരു അപഭ്രംശമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് നമ്മുടെ MT വാസുദേവൻ നായർ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുകയില്ലല്ലോ, കാരണം എൻ്റെ ഒരു നിലവാരത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, അദ്ദേഹം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞു. അത് വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തത് അദ്ദേഹമാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്നുള്ളതാണ്. ശരി, ഞാൻ ഹമീദ് ചന്ദമംഗലൂരിലേക്കാണ് പോകേണ്ടത്. ആദ്യഘട്ടത്തിൽ ശ്രീ റെജി ലൂക്കോസിന് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാഷെ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ശ്രീ റെജി ലൂക്കോസ്, കഴിഞ്ഞ ദിവസമാണ് ശ്രീ M മുകുന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് പറഞ്ഞത്. അതിനു മുൻപ് ശ്രീ സച്ചിദാനന്ദൻ ഒരു വിമർശനം നടത്തിയത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ശ്രീ NS മാധവൻ, സാനുമാഷ്, സക്കറിയ ഉപയോഗിച്ചൊരു വാക്ക്, സക്കറിയ ഇങ്ങനെയാണ് പറഞ്ഞത്, വീരാരാധനയിൽ പെട്ടുകിടക്കുന്ന മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. ഇന്നലെ കേട്ടത് വീരാരാധന എന്ന വാക്കാണ്. അത് LDF കൺവീനറുടെ ശബ്ദത്തിലാണ് കേട്ടത്. വീരാരാധനയാണ് അദ്ദേഹത്തിനും പലർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോടെന്ന്. MT പറഞ്ഞതിൽ വ്യക്തിപൂജയുമുണ്ട്. ആചാരപരമായ വ്യക്തിപൂജാ വേദികളിൽ EMSനെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തിപൂജാ വിവാദങ്ങൾ വലിയ സജീവമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. MTക്ക് അറിയാത്ത രാഷ്ട്രീയമില്ല. അദ്ദേഹം ഇടപെടാത്ത, അദ്ദേഹം ഗ്രഹിക്കാത്ത, അദ്ദേഹം അറിയാത്ത, ഇടപഴകാത്ത രാഷ്ട്രീയവുമില്ല. നവതി പിന്നിട്ട ഒരു മനുഷ്യന് കേരളത്തിലെ ഏറ്റവും യൗവനതീഷ്ണമായ ശബ്ദം അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്റ്റീവാണ് അദ്ദേഹത്തിന്റെ ബൗദ്ധിക തലം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെ റദ്ദു ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാനം എന്താണ്? ആത്മവിശ്വാസം എന്താണ്? അല്ല, അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ജനാധിപത്യത്തിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ താൻ, അല്ലെങ്കിൽ അതിനെ ഒരു പ്രഡിക്റ്റബിളായിട്ട് ഒരു പ്രവാചകനെ പോലെ 20 വർഷങ്ങൾക്ക് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത് മോഡിയുടെ സാന്നിധ്യത്തിലല്ല വായിക്കുന്നത്, മോഡിയുടെ സാന്നിധ്യത്തിലല്ല അദ്ദേഹം വിമർശിച്ചത്, അതുകൊണ്ട് മോഡിയെ ഒഴിവാക്കണമെന്ന് പറയുന്നത്, അല്ല കേന്ദ്ര സർക്കാരിനെ ഒഴിവാക്കുന്നു പറയുന്നത്? എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. മറ്റാരും പറയുമ്പോൾ ഞാൻ ഇടപെടാത്തത് ഞാൻ പറയാത്ത കാര്യങ്ങളെ പറ്റി അവർ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, മാധു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലോ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും പറയുന്നത് ജനം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്. മറ്റാർക്കും ബാധകമല്ല, പിണറായി വിജയന് മാത്രം ബാധകമാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാതൃഭൂമി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാതൃഭൂമി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നങ്ങ് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ആവർത്തിച്ചു പറയുന്നു, പറഞ്ഞിട്ടില്ല. പറയൂ. അല്ല, അത് ആ വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്ങോട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. മോഡിയെ ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് MD വാസുദേവൻ നായർ സാറിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ കേരളം ആദരിക്കുന്ന ജ്ഞാനപീഠ അവാർഡും അതുപോലെ കേരളത്തിന് അഭിമാനവുമായുള്ള 90 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യസ്ഥനാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുമൊക്കെ പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ചില പോയിന്റുകളെ കുറിച്ച് തന്നെയാണ് ഞാൻ ഖണ്ഡിക്കുന്നത്. അതായത് MD വാസുദേവൻ നായർ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ജനാധിപത്യ രീതികളെക്കുറിച്ചും അദ്ദേഹം ഇതിനു മുമ്പ് വളരെ നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അത് BJP-കാരുടെ സാന്നിധ്യത്തിലല്ല, BJP നേതാക്കന്മാർ വേദിയിലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയേണ്ട സംഭവം തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയല്ല എന്ന് മാധുവിന് പറയാൻ പറ്റുമോ? അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാഹിത്യ ഭരണകൂടത്തിനെ കുറിച്ച് ഓസ്ട്രിയൻ എഴുത്തുകാരുടെ നിശ്ചിതമായ വിമർശനങ്ങളെ കുറിച്ച് അദ്ദേഹം വായിച്ചാൽ അത് പറയുന്നുണ്ട്. ആ ലേഖനത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിക്കാൻ പാടില്ല, അത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ എന്നും ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഒരു സംഘം മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വേട്ടയാടുന്ന പതിവ് കാഴ്ച തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇതിൽ തന്നെ ഉറച്ചു സംസാരിക്കാൻ ആഗ്രഹിക്കുക. എം.ടി. വാസുദേവൻ നായർ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചുവെങ്കിൽ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് സംസാരിക്കേണ്ടത്. ഇന്ത്യയിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്ന ജനാധിപത്യ പ്രക്രിയയും ഭരണകൂടം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇപ്പൊ തമിഴ്നാട്ടിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. കർണാടക പ്രതീക്ഷയിൽ നിന്ന് അപ്പുറത്തായി കഴിഞ്ഞു. ഒരു ഹിന്ദുത്വ അജണ്ട കർണാടക സർക്കാർ വോട്ടിന് വേണ്ടി മാത്രം ചില ജനാധിപത്യം പറയും. ഇപ്പൊ അതിലേക്ക് അവർ വ്യതിചലിച്ചു പോയി. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടും പൗരാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പൗരത്വ ബില്ലിനെതിരെ ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ഏകകണ്ഠമായിട്ട് ബില്ല് അവതരിപ്പിച്ച് പ്രമേയം അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഒരു സർക്കാർ ഇവിടെ നടക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, മറ്റൊരു മുഖ്യമന്ത്രി ഇത്ര ചടുലമായി ഇതിൽ സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് 124 MLA ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. MLA ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ പുറത്താക്കിയ ഒരു കേന്ദ്ര ഭരണകൂടം. അപ്പോൾ അതിനെതിരെയുള്ള വിമർശനങ്ങളുമായിട്ട് തന്റെ 20 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ലേഖനം പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം വായിച്ചുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പിണറായി വിജയനെ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണഘടന? എനിക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ തന്നെ ഉദ്ദേശിച്ചാണ് സംസാരിച്ചത് എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും അതിന്റെ സൂചന അങ്ങേക്ക് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ കൂടി അത് ബോധ്യമാകേണ്ടതുണ്ട് എന്ന ആവശ്യകത അങ്ങേപോലെ തന്നെ എനിക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റിയോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പറ്റിയോ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? ഒന്ന് വിശദീകരിച്ച് തരണേ. അല്ല, ആദ്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടത് എം.ടി. വാസുദേവൻ എന്നുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ ചൂള എന്ന സിനിമയെക്കുറിച്ചും അതിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അന്ന് അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യം ഇന്ന് ഒരു കലാസൃഷ്ടിക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളം കടന്നുപോയതും എം.ടി. വാസുദേവൻ നായർ വളരെ വളരെ വ്യക്തമായ രീതിയിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ കൂടി ആർക്കും സംശയിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ കൃത്യമായി അളന്നു മുറിച്ച് സംസാരിക്കുന്ന വ്യക്തിത്വം. അതേ ഇന്ന് വരെ താൻ പറഞ്ഞതിനെക്കുറിച്ച് വിശദീകരണമായിട്ട് ഇന്ന് വരെ കേരളത്തിന് മുമ്പിൽ വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. നോട്ട് നിരോധനത്തിനെ കുറിച്ച് എം.ടി. വാസുദേവൻ നായരുടെ നിലപാട് വളരെ വ്യക്തമാണ്. കൽബുർഗിയും ഗോവിന്ദ ബൻസാരെയും ഗൗരി ലങ്കേഷിനെ പോലെയുള്ള എഴുത്തുകാരെ ജ്ഞാനവൃദ്ധരെ കൊന്നുള്ള ഈ രാജ്യത്ത് ഏറ്റവും പുതുതായിട്ട് അന്നപൂർണി എന്ന് പറയുന്ന സിനിമ 30 ദിവസം തിയേറ്ററിൽ കളിച്ചപ്പോൾ പ്രശ്നമില്ലാത്തവർ OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഇവിടെ വർഗീയവാദമായിട്ട് വന്ന ആ നെറ്റ്ഫ്ലിക്സിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് പിൻവലിച്ച ഈ രാജ്യത്ത് ഇവിടെ ജനാധിപത്യമുണ്ടോ അങ്ങേക്ക് എന്നതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിന്റെ ആ ലേഖനം അദ്ദേഹം വായിച്ച ആ 3 പേജുള്ള ലേഖനത്തിൽ എവിടെയും നിങ്ങൾക്ക് പ്രതിഫലിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെയാണ് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല എന്നത് എനിക്ക് ഞാൻ എന്നെ എന്തിനാണ് സംസാരിപ്പിക്കാതിരിക്കുന്നത്? എനിക്ക് വളരെ വ്യക്തമായ മറുപടി ഞാൻ പറയട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ യാതൊരു വെല്ലുവിളിയില്ലാത്ത ഒറ്റ സംസ്ഥാനം കേരളമേ ഉള്ളൂ. അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ അത് എവിടെ നിർത്തുന്നു അവിടെ തുടങ്ങാൻ അങ്ങയിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുകയും രണ്ടാമത്തെ ചോദ്യവും അങ്ങയിലേക്ക് തന്നെ വരികയും ചെയ്തതാണ്. അങ്ങേ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നൊന്നും പറഞ്ഞു കളയല്ലേ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ ഞാൻ വരാം. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ മറ്റതിലേക്ക് പോവുകയാണ്. ഇല്ല, ഞാൻ മറ്റതിലേക്ക് പോവുകയാണ്. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, സാനു മാഷ് അദ്ദേഹം പറഞ്ഞത് കേരള സർക്കാരിന് നേരെ എന്ന് തോന്നും. MT ആണത് വിശദീകരിക്കേണ്ടത്. ശ്രീ NS മാധവൻ വിമർശിച്ചത് CPM-നെയും സർക്കാരിനെയും. വിമർശനം കൊണ്ട് ആത്മപരിശോധന നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയാകട്ടെ. അധികാരം എന്നു പറയുന്നതിനെ അവഗണിച്ചുകൊണ്ട് MT-യെ പോലെ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് കൃത്യമായ രാഷ്ട്രീയത്തിൽ പ്രതിഫലനം ഉണ്ടാകണം എന്ന് വിചാരിച്ചു തന്നെയാണ്. നേരത്തെ ഞാൻ സക്രിയ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു. വീരാരാധനയിൽ പെട്ടുകിടക്കുന്ന മണ്ടൻ സമൂഹമാണ് നമ്മുടേത് എന്ന് അദ്ദേഹം പറഞ്ഞത് ആവർത്തിച്ചു. രാഷ്ട്രീയക്കാരുടെ വിമർശനങ്ങളല്ല, അതിനപ്പുറത്ത് സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ തന്നെ ഏറിയും കുറഞ്ഞും ഉയർന്നും താഴ്ന്നും ഇത് രേഖപ്പെടുത്തി പോകുന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാൻ പോലും കഴിയില്ലേ? അത് ചോദിക്കുമ്പോൾ ഇത്ര വലിയ വിമർശനമായി കണക്കിലെടുക്കേണ്ട എന്ത് ആവശ്യകതയാണുള്ളത്? ഇങ്ങനെ ഇത് പറയുമ്പോൾ ഈ രൂപത്തിൽ പ്രതികരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇടതുപക്ഷ ചിന്തകന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികന്മാർ എന്നൊക്കെ പറയുന്നവർ സഹിഷ്ണുതയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും
അവരുടെ ഇതുപോലുള്ള പ്രതികരണങ്ങളിലൊന്നും സഹിഷ്ണുത കാണാറില്ല. എന്ന് പറഞ്ഞാൽ ഈ CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മഹാപാപമാണ് എന്ന രൂപത്തിലാണ് സംഗതികൾ അവർ കാണുന്നത്. CPM-നെ വിമർശിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നതല്ല ഇവിടെ പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചല്ലോ, ശ്രീ റെജി ലൂക്കോസ് ചോദിച്ചു, എന്തിനാണ് നിങ്ങളൊക്കെ ഇത് പിണറായി വിജയന് എതിരെയുള്ള അല്ലെങ്കിൽ CPM-നെതിരെയുള്ള ഒരു വിമർശനമാണ് MT ആ പ്രസംഗത്തിൽ ഉന്നയിച്ചത് എന്ന് പറയുന്നത് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. നമ്മളാരും ഇവിടെ അദ്ദേഹം പറഞ്ഞത് MT പ്രസംഗിച്ചത് കേന്ദ്ര ഭരണത്തിനെതിരെയല്ല, മോദിയുടെ ഏകാധിപത്യത്തിനെതിരെയല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ആദ്യമേ ഒന്ന് വ്യക്തമാക്കട്ടെ, മോദിയുടെ BJP-യുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മോദിയുടെ ഭരണം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെയാണ് എന്നാണ്. ആ പ്രസംഗത്തിൽ ആവശ്യമായിട്ട് കടന്നു വരേണ്ട ചില ചരിത്ര പുരുഷന്മാരുണ്ട്. 1 ഗോൾവൽക്കർ, 2 സവർക്കർ, 3 ബൽരാജ് മധോക്ക്, ദീൻദയാൽ ഉപാധ്യായ, ഇവരൊക്കെ അതിൽ കടന്നു വരണം. അതുപോലെ തന്നെ കൾച്ചറൽ നാഷണലിസം എന്ന കൺസെപ്റ്റ് അതിൽ കടന്നു വരണം. ഹിന്ദു രാഷ്ട്രസങ്കല്പം അതിൽ കടന്നു വരണം. അതൊന്നും MT-യുടെ പ്രസംഗത്തിലില്ല. MT ഈ പറയുന്ന BJP-ക്കും സംഘപരിവാറിനും മോദിക്കും എതിരെയാണ് താൻ വിമർശിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഇവരൊക്കെ അതിൽ കടന്നു വരുമായിരുന്നു. ഗോൾവൽക്കറിസം വരണം, അതുപോലെ സവർക്കറിസം വരണം. അതൊന്നും വന്നില്ല. അതുപോലെ RSS മുന്നോട്ട് വെക്കുന്ന കൾച്ചറൽ നാഷണലിസം എന്ന കൺസെപ്റ്റ് അതിൽ പരാമർശിക്കപ്പെടണം. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MT ഉദ്ദേശിച്ചത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP-യെ, RSS അതിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടികളെയൊക്കെ വിമർശിക്കുക എന്നാണ്. അതില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഈ വേദിയിലുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, CPM-ൻ്റെ നേതാവ് പിണറായി വിജയൻ. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് കമ്മ്യൂണിസത്തെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയെപ്പറ്റി പറയുന്നു, മാർസിനെക്കുറിച്ച് പറയുന്നു. മാക്സിം ഗോർക്കിയെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു, അവരൊക്കെ മുന്നോട്ട് വെച്ച ചില വിമർശനങ്ങൾ പറയുന്നു. അതിനുശേഷം EMS-ലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ചരിത്രപരമായ ആവശ്യകതയിൽ നിന്ന് വേണം ഒരു നേതാവ് ഉയർന്നു വരാൻ. അങ്ങനെ ഉയർന്നു വന്ന ഒരു നേതാവല്ല ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് എന്ന് ധ്വനിപ്പിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു ധ്വനി ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ചുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രസംഗമായിരുന്നു അതെന്ന് പറയാം. ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്, നരേന്ദ്രമോദിയുടെ ഭരണം അതിനിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കപ്പെടേണ്ടതാണ്. ശരി, ശ്രീ VR അനൂപ്, ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക്, ചേരി പ്രഖ്യാപിച്ചിട്ടുള്ളവർക്ക്, പ്രതിപക്ഷത്തിന് ഒക്കെ രാഷ്ട്രീയമായി ഭരിക്കുന്ന സർക്കാരിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ വേട്ടയാടലിൻ്റെ ഭാഗമായി ആക്രമിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റും. തുടർച്ചയായി അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ പലവരും ആ നിലപാടുകൾക്ക് താഴെ തന്നെ അണിചേർന്നിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ അത് പറയുമ്പോൾ അവർക്ക് എന്താണ് അതിൽ താല്പര്യം? ഇപ്പോൾ സച്ചിദാനന്ദൻ തൊട്ടു മുൻപ് ഒരു പ്രസ്താവന നടത്തിയത് തിരുത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സച്ചിദാനന്ദൻ ഇപ്പോൾ MT ഇങ്ങനെയൊരു നിലപാട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് സച്ചിദാനന്ദനാണ്. MT പറഞ്ഞതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഇന്നലെ കൽപ്പറ്റ നാരായണൻ പറയുന്നത് കേട്ടു. MT പറഞ്ഞതാണ് ഞങ്ങളുടെ അഭിപ്രായം, അല്ലാതെ സച്ചിദാനന്ദൻ പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അണിചേർന്ന് നിന്ന, അത്തരത്തിൽ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിനെ ഒക്കെ ചേർന്ന് നിന്ന ആളുകളടക്കം വിമർശിക്കുന്നതിനെ എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? അല്ല, അവിടെയാണ് നമ്മൾ ബംഗാളുമായി ചേർത്ത് വായിക്കേണ്ടത്. മഹേശ്വര ദേവിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ ഇവിടെ മാധു സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് UK കുമാരനോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ വടക്കേടത്തോ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരൊന്നുമല്ല. MT ആകട്ടെ,
എം മുകുന്ദനാകട്ടെ, NS മാധവനാകട്ടെ, അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ പാശ്ചാത്തലം നേരത്തെ പറഞ്ഞ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും കോൺഗ്രസ് സഹയാത്രികരായിരുന്നിട്ടുള്ള ആളുകളല്ല. MT അത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് അതിനെ പ്രസക്തമാക്കുന്നത്. അല്ല, മറിച്ചായിരുന്നെങ്കിലോ ഇപ്പോൾ MTക്ക് പകരം മറ്റൊരു സാംസ്കാരിക പ്രവർത്തകനോ ഒരു എഴുത്തുകാരനോ ആയിരുന്നു എങ്കിൽ ഇത്രമേൽ സഹിഷ്ണുത ഉണ്ടാകുമായിരുന്നോ? ഇപ്പോൾ ഇന്ന് പ്രതികരിക്കേണ്ടതില്ല എന്ന് CPM-ന്റെ നേതൃയോഗം തീരുമാനിക്കുന്നത് പോലും MT കൈക്കൊണ്ട ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ആർജിച്ച ഒരു രാഷ്ട്രീയ ചേരിയിലും കൂട്ടിക്കെട്ടാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ സ്വത്വം കൊണ്ടല്ലേ? അല്ല, അത് MTയെ തൊട്ടാൽ CPM-ന് അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു എഴുത്തുകാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതക പരിശോധന, അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ ചർച്ചയായേനെ. പക്ഷേ ഇവിടെ MT ആണ് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഞാൻ പറയുന്നത് MT പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങൾ പ്രസക്തമാണ്. നാളെ MT എന്ത് പറയുന്നതനുസരിച്ചല്ല, MT പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കുന്നു, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നു. അതാണ് ഇത്. വീരാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് MT മാത്രമല്ല. ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച എഴുത്തുകാരൻ ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങളിൽ ഒന്നായി നിർവചിക്കുന്നത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതൃത്വം. അത് പിണറായി വിജയന് ബാധകമാണ്. പിന്നെ EMS-ഉമായുള്ള ചേർത്ത് വെക്കലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. EMS-ൻ്റേതൊരു സുവർണ ഭൂതകാലമാണ്. പിണറായി വിജയൻ അതിൻ്റെ അപഭ്രംശമാണ് എന്ന് പറയുമ്പോൾ MV രാഘവൻ EMS-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു യോഗസ്ഥലത്ത് കൂടുതൽ കയ്യടികൾ MV രാഘവന് കിട്ടിയപ്പോൾ കൂടെയുള്ള നേതാവ് ഇയാൾ നിങ്ങളെ അവസാനിപ്പിച്ച് കളയുമെന്ന് പറയുന്ന MV രാഘവൻ പറഞ്ഞ ഒരു EMS ഉണ്ട്. അപ്പോൾ നമ്മൾ EMS-നെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനത്തിന് വിധേയരാക്കുന്ന ആനുകാലിക രാഷ്ട്രീയം നമുക്ക് മുന്നിലുണ്ടെന്ന് ശരിയാണ്. അടുത്ത ജയശങ്കർ, ഞാൻ അങ്ങേലേക്ക് വരാം. ഒരു ഇടവേള. അല്ല, അപ്പൊ ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ 2003 എഴുതിയത് നിലവിലത്തെ സാഹചര്യവുമായി താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന ഏറ്റവും വലിയ ന്യായീകരണമെന്ന് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാലഹരണപ്പെട്ടതെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന പ്രത്യയശാസ്ത്രത്തെ CPM-ന് അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തള്ളി പറയാൻ കഴിയുമോ? 848 എഴുതിയതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. തള്ളി പറയാൻ കഴിയുമോ? കാലിക പ്രസക്തി നഷ്ടപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയുമോ? ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞത് എന്തിനെങ്കിലും തള്ളി പറയാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിന് സമാനനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ടായിരുന്നു LDF-ലെ പ്രധാനപ്പെട്ട നേതാവ്. അപ്പോൾ മഹാന്മാർ പറഞ്ഞു വെക്കുന്നതിനൊന്നും കാലിക പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാടെങ്കിൽ എന്തുകൊണ്ടാണ് MTയെ മാത്രം അങ്ങനെ തള്ളി പറയേണ്ടി വരുന്നത്? അത് താത്വികമായിട്ടുള്ളൊരു ചോദ്യമാണ്. സത്യത്തിൽ ഈ മഹാനുഭാവന്മാർ പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത് അതേപടി ഇന്ന് പ്രസക്തമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് യേശുക്രിസ്തു പറഞ്ഞാണെങ്കിലും ശരിയാണ്, നാരായണ ഗുരു പറഞ്ഞാണെങ്കിലും ശരിയാണ്, അതല്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുള്ളതാണെങ്കിലും ശരിയാണ്. കാലോചിതമായ വ്യാഖ്യാനവും വിശദീകരണവുമാണ് ആവശ്യമുള്ളത്. MTയുടെ 2003 ലേഖനം ഇന്ന് പ്രസക്തമായത് അന്ന് 2003 അത് അത്ര തന്നെ പ്രസക്തമായിരുന്നില്ല. 2024 അത് പ്രസക്തമായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് പശ്ചിമ ബംഗാളിലാണെങ്കിലും ശരിയാണ്, കേരളത്തിലാണെങ്കിലും ശരിയാണ്, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും ശരിയാണ്. ഞാനതാ പറഞ്ഞത്. മമതാ ബാനർജിക്കും ബാധകമാണ്, നരേന്ദ്രമോദിക്കും തുല്യ നിലയിൽ ബാധകമാണ്, കേരളത്തിൽ പിണറായി വിജയനും ബാധകമാണ്. ഇതാ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ മാധുവിൻ്റെ ഒരു ചോദ്യം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. അത് MT വാസുദേവൻ നായരല്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? MT വാസുദേവൻ നായരല്ല വേറെ ആരെങ്കിലുമാണ് ഇങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഓട്ടെ, MT വാസുദേവൻ നായർ തന്നെ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് ആ വിമർശനം നടത്തിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്നലെ 11-ാം തീയതിയാണ്. 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ സമിതി അടിയന്തരം നടത്തേണ്ട പരിപാടി, അപ്പം പടയല്ലുണ്ട സഹിതം സദ്യയും നടത്തേണ്ട പരിപാടി. അത്രേ കാര്യമുള്ളൂ. ഇവിടെ സഹിഷ്ണുതയെക്കുറിച്ച്, ജനാധിപത്യ ബോധത്തെക്കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ തനിനിറം നമുക്ക് അപ്പം കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ചർച്ചയുടെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല, പ്രതികരണത്തിൻ്റെ രീതി ഇതുമായിരിക്കില്ല. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ EP ജയരാജൻ ആദ്യമേ വന്ന അഭിപ്രായം പറഞ്ഞു എന്നുള്ളിടത്താണ് ഇവർ പെട്ടുപോയത്. EP ജയരാജൻ ആദ്യം തന്നെ ഇത് നരേന്ദ്രമോദിക്ക് എതിരാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പാർട്ടിയുടെ സകല ആളുകൾക്കും ഇത് നരേന്ദ്രമോദിയുടെ നേർക്ക് തിരിച്ചു വെക്കേണ്ടി വന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഈ റെജി ലൂക്കോസ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മേൽ കുതിരേറേണ്ടി വന്നത്. നേരെ മറിച്ച് ഇത് തുർക്കിയിലെ ഉറുദുകാരെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് ഏതെങ്കിലും ഒരു താത്വികൻ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മുടെ MA ബേബി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. അത് ഉറുദുകാരെ കുറിച്ചാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് MT ഉദ്ദേശിച്ചിരുന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയനെ വിമർശനം. ഇത്
ഈ നമ്മുടെ ഇ പി ജയരാജൻ ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പുള്ളി പെട്ടെന്ന് നരേന്ദ്രമോദിയുടെ പേര് അവിടെ ഇൻവോക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചർച്ച ഈ വഴിക്ക് പോയത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്. വയലാർ വിപ്ലവ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത പ്രൊക്രൂസസ് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. അതിൽ ഓരോ കാലങ്ങളിൽ പ്രൊക്രൂസസുമാർ ജനിക്കും എന്ന് പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളുടെ കട്ടിലുകളിൽ, ഇരുമ്പു കട്ടിലുകളിൽ പാവപ്പെട്ടവൻ്റെ ആത്മാവ് വലിച്ചു നീട്ടിയും വെട്ടിക്കളഞ്ഞുമൊക്കെ പരുവപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രൊക്രൂസസുമാർ അവർ രാഷ്ട്രീയക്കാരാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. വയലാർ പറഞ്ഞതും കാലങ്ങളെ അതിജീവിക്കുന്ന കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ്. അവിടെ ഇല്ലാതായി പോകുന്നത് വിമർശനങ്ങൾക്കുള്ള സാധ്യതയാണ്, ആത്മവിമർശനത്തിനുള്ള അവസരങ്ങളാണ് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും അർത്ഥവത്തായ ആവശ്യമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.